सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांतिः। ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो विप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। हरि ओम। നമുക്ക് കൃഷ്ണായ വാസുദേവായ എന്ന മംഗളാചരണവും ചൊല്ലാം. പിന്നെ ആദ്യത്തെ 5 ശ്ലോകങ്ങളും ഒരുമിച്ച് പാരായണം ചെയ്യാം. നമുക്കിങ്ങനെ ചൊല്ലി ചൊല്ലി ഇതെല്ലാവരും കണ്ടസ്ഥാക്കണം. അതിനു വേണ്ടി കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ആദിശങ്കര ഭഗവത്പാദകൃത ഗോവിന്ദാഷ്ടക സ്തോത്രം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ടപ്രാങ്കണരിംഗണലോലമനായാസം പരമായാസം. മായാകൽപ്പിതനാനാകാരമനാകാരം ഭുവനാകാരം സ്നാമാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. മൃത്സ്നാമത്സീഹീദിയശോദാത്താടനശൈശവസന്ദ്രാസം വ്യാധിതവക്ത്രാലോകിതലോക ലോകചതുർദശലോകാലിം ലോകത്രയപുരമൂലസ്തംഭം ലോകാലോകമനാലോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ത്രൈവിഷ്ടപരിഭുവീരഘ്നം ക്ഷിതിഭാരഘ്നം ഭവരോഘഘ്നം കൈവല്യം നവനീതാഹാരം അനാഹാരം ഭുവനാഹാരം വൈമല്യസ്ഫുടചേതോ വൃത്തിവിശേഷാഭാസം അനാഭാസം ശൈവം കേവലശാന്തം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം
परमानन्दं भज गोविन्दं परमानन्दं गोपालं भूलीलाविग्रह गोपालं कुलगोपालं गोपीखेलन गोवर्धन धृति लीलालालित गोपालं गोभिर्निगदित गोविन्द स्फुट नामानं बहुनामानं गोपी गोचरधूरं प्रणमद गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं गोपीमण्डलगोष्ठीभेदं भेदावस्तमभेदाभं शश्वद्गोघुरनिर्दूदोद्गद धूळीधूसरसौभाग्यं श्रद्धा भक्तिगृहीतानन्द अचिन्त्यं चिन्दित सद्भावं चिन्तामणिमहिमानं प्रणमद गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दം. നമോ നാരായണ. ശ്വാസം കിട്ടുന്നില്ല, ഇവിടെ 2 ഡിഗ്രിയാണ്. നമുക്ക് തുടങ്ങാം. ആദിശങ്കര ഭഗവത്പാദ സ്വാമികളെ നമസ്കരിച്ചുകൊണ്ട് 4 ശ്ലോകങ്ങളുടെ സാമാന്യമായ വ്യാഖ്യാനം നമ്മൾ കണ്ട്. ഭഗവത്പാദർ ഗോവിന്ദൻ എന്ന ഭഗവാന്റെ നാമത്തെ പ്രകീർത്തിക്കുന്ന സ്തോത്രകൃതിയാണ് ഗോവിന്ദാഷ്ടകം. ഭഗവാന്റെ സ്വരൂപ ലക്ഷണവും അവതാര ലക്ഷണവും 2 ലക്ഷണങ്ങളാണ് ഈ സ്തോത്രത്തിൽ മുഴുവനായിട്ടും വർണ്ണിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് സ്വരൂപ ലക്ഷണം, പരമാത്മാവിൻ്റെ സ്വരൂപം എന്തെന്ന്, യഥാർത്ഥത്തിൽ ആര് എന്ന് പറയുന്ന അദ്വൈത ലക്ഷണം, അതിനെയാണ് സ്വരൂപ ലക്ഷണവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ, ഇത് ജസ്റ്റ് റിവിഷനാണ്. പിന്നെ അവതാര ലക്ഷണങ്ങൾ, ഭഗവാൻ ഗോവിന്ദനായി അവതരിച്ചപ്പോൾ ആടിയ ലീലകൾ, ഇത് 2ഉം കൂടെ ചേർന്നാണ് ഈ സ്തോത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. നമുക്ക് 5ാമത്തെ ഇതിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു, അല്ലേ? ഗോപീമണ്ഡല ഗോഷ്ഠീഭേദം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോപീമണ്ഡലം, മണ്ഡലം എന്ന് വെച്ചാൽ കൂട്ടം എന്നുള്ള അർത്ഥമാണ്. ഗ്രൂപ്പ് ഓഫ് നമ്മൾ പറയില്ലേ, അതാണ്. ഗോപികളുടെ മണ്ഡലത്തിൽ, കൂട്ടത്തിൽ, ഗോപീമണ്ഡല ഗോഷ്ഠി. ഗോഷ്ഠി കാണിക്കാന്ന് വെച്ചാൽ ലീലകളാടുക, അതാണ്. ഇവിടെ ഗോപികളോടൊപ്പം ലീലകളാടിയവനെ, അല്ലേ? ഇവിടെ ഗോഷ്ഠി എന്ന ലീല എന്തിനെയാണ് ആചാര്യസ്വാമികൾ ഉദ്ദേശിക്കുന്നത്, പരാമർശിക്കുന്നത് എന്ന വ്യാഖ്യാനത്തിൽ പറയുന്നത് രാസമഹോത്സവത്തിനെയാണ് എന്നാണ് പറയുന്നത്. ഗോപികളോടൊപ്പം ഭഗവാൻ ആ രാസമഹോത്സവം എന്ന മഹാലീല ആടിയവനെ, അതാണ് ഗോപീമണ്ഡല ഗോഷ്ഠീഭേദം. ഗോഷ്ഠി ഈ ദീർഘമുണ്ട്. വാക്കുകൾ എങ്ങനെയാന്ന് വെച്ചാൽ ഗോപീമണ്ഡല ഗോഷ്ഠി അഭേദം എന്നാണ്. ആ അവിടെ സൈലൻ്റ് ആണ്. ഈ അല്ലേ, ഗോപി എന്നുള്ള ദീർഘത്തിൻ്റെ അവിടെ ആയുണ്ട്, ആ സൈലൻ്റായിട്ട് അഭേദം എന്നുള്ള വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഗോപിയെ പോലും ഭേദമായി കാണാതെ, ഒരാളെ പോലും ഭഗവാൻ നിരാശപ്പെടുത്താതെ, സങ്കടപ്പെടുത്താതെ, ദുഃഖിപ്പിക്കാതെ ഭഗവാൻ എല്ലാവരുടെ അടുത്തും പോയി ലീലയാടിയവൻ, അല്ലേ? ഒരാൾ വിചാരിക്കുക എന്നോടൊപ്പമാണെന്ന്, അപ്പം നോക്കുമ്പോൾ അടുത്ത ആളോടൊപ്പം ഭഗവാൻ ലീലകളാടുന്നത് കാണാം, അല്ലെ നൃത്തം ചെയ്യുന്നത് കാണാം.
അല്ലെ അടുത്ത ആളുടെ ഒപ്പം, അങ്ങനെ അങ്ങനെ. ആ കഥയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ആ മഹോത്സവം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ആചാര്യസ്വാമികൾ ഇവിടെ പ്രണമിക്കുകയാണ് ഗോവിന്ദനെ. ആ രാസമഹോത്സവം എന്ന മഹാലീലയാടിയ ഗോവിന്ദനെ ഞാൻ പ്രണമിക്കുന്നു. എന്തിന്? ഇവിടെ പ്രണമിക്കുന്നതിലൂടെ നമ്മളുടെ ഭാവം അഭേദം. എനിക്ക് എല്ലാം ഞാൻ ഭേദമായിട്ടാണ് കാണുന്നത് അല്ലേ. അത് ആ ഭേദബുദ്ധി മാറ്റിത്തരുവാനായിക്കൊണ്ട് ഞാൻ പ്രണമിക്കുന്നു. ആ വാക്കാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്, അഭേദം. പക്ഷേ ഈ ഭഗവത്പാദർ ഇങ്ങനെയാണ്, അദ്ദേഹം ഒരു എന്താ പറയുക, എല്ലാം നേരിട്ട് പറയില്ല. ആചാര്യസ്വാമികളുടെ ഭാഷ്യം പഠിച്ചാൽ അറിയാം, ഒന്നും നേരിട്ട് പറയില്ല. നമ്മളെ കുറച്ച് ചിന്തിപ്പിച്ചിട്ട് അദ്ദേഹം ആ കൃതികളിലൂടെ ചിന്തിപ്പിക്കും. എന്തിനു വേണ്ടി? ഇവിടെയും അഭേദം എന്ന് വേണം പറയാമായിരുന്നു, പക്ഷെ അങ്ങനെ ചെയ്തില്ല. ഗോഷ്ഠി ഭേദം. അപ്പം നമ്മൾ സാധാരണ വെറുതെ ഈണത്തിൽ ടൂണിൽ ഇരുന്ന് ചൊല്ലുമ്പോൾ എന്താ ഭേദം എന്നേ നമ്മൾ വായിക്കുകയുള്ളൂ അല്ലേ. പക്ഷേ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും അഭേദം എന്നുള്ള വാക്കാണ് ഇവിടെ പ്രാധാന്യത്തോടെ പറയുന്നത്. ഗോപീമണ്ഡല ഗോഷ്ഠീഭേദം അല്ലേ, ഗോഷ്ഠീഭേദം പ്രണവത ഗോവിന്ദം. രണ്ടാമത്തെ ലക്ഷണം എന്താ? ഭേദാവസ്ഥം. നമ്മളെ പോലെയുള്ള സാധകരുടെ സ്വഭാവം ആചാര്യസ്വാമികൾക്ക് അറിയാം. നമ്മൾക്ക് പെട്ടെന്നൊന്നും ഈ വ്യാകരണമൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഭഗവാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയണം, ഭേദാവസ്ഥം. ഭഗവാനെ അങ്ങയുടെ സ്വരൂപ ലക്ഷണം വീണ്ടും പറയുന്നു. ആരാണ് അത്? തൊട്ട് മുമ്പ് എന്താണ് പറഞ്ഞത്? അവതാര ലക്ഷണം പറഞ്ഞു. അതിന് തൊട്ട് രണ്ടാമത്തതായിട്ട് സ്വരൂപ ലക്ഷണം പറയുന്നു. അങ്ങ് ആരാണ്? ഇവരോടൊക്കെ, അത് 100 ഗോപികളല്ല, 1000 ഗോപികളല്ല, 10,000 ഗോപികളല്ല, എത്ര പേരുടെ കൂടെ ഒരു ഭേദവും കാണാതെ, അവരെ തന്നിൽ നിന്നും അന്യമായി കാണാതെ ലീലയൊക്കെ ആടി, അതൊക്കെ ശരി തന്നെ, അത് വെറും ലീലയാണ്. അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്? ഭേദാവസ്ഥ. അങ്ങയുടെ അവസ്ഥ, അവസ്ഥ എന്ന് വെച്ചാൽ സ്വരൂപം. അല്ലാണ്ട് അയ്യോ നമ്മൾ പറയുന്ന ദുഃഖാവസ്ഥ, സുഖാവസ്ഥ, ആ അർത്ഥമല്ല ഇവിടെ. അയ്യോ എനിക്ക് ഈ അവസ്ഥ വന്നല്ലോ, അതല്ല. ഇവിടെ അവസ്ഥ എന്ന് വെച്ചാൽ സ്വരൂപം. അങ്ങയുടെ യഥാർത്ഥ സ്വരൂപം ഞാൻ മനസ്സിലാക്കുന്നു ഭേദമാണ്, എല്ലാറ്റിൽ നിന്നും ഭിന്നമായി നിൽക്കുന്നവനെ. അതായത് ഏത് ലീലയാടിയാലും ഒന്നിനോടും ഒട്ടലില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം സത്യഭാമയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം മിത്രബന്ധയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം അല്ലെ അവരെയാണ് ഇവരെയാണ്, അങ്ങനെയൊന്നുമില്ല. ഭഗവാന് എല്ലാറ്റിൽ നിന്നും ഭിന്നനാണ്. അങ്ങനെയുള്ള ഗോവിന്ദനെ ഞാൻ പ്രണമിക്കുന്നു. പ്രണമത ഗോവിന്ദം. എനിക്ക് ഇതൊന്നുമില്ല, ഈ സ്വഭാവ സവിശേഷതകളിൽ നിന്നൊക്കെ എത്രയോ ദൂരെയാണ് ഞാൻ. ഈ പ്രണാമം സ്വീകരിച്ചുകൊണ്ട് ഈ ഗുണങ്ങളും എന്നിൽ വളർത്തിയെടുക്കാൻ അങ്ങ് സഹായിക്കണേ. അതിനായി ഞാൻ പ്രണമത അങ്ങയെ പ്രണമിക്കുന്നു. എന്നിട്ട് വീണ്ടും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയുന്നു, അഭേദാവസ്ഥ. പറഞ്ഞ കാര്യം തന്നെ. കാരണം നമ്മൾക്ക് ഈ അദ്വൈതമൊക്കെ പഠിക്കും, നമ്മൾ വേണം ഘോരഘോരം ബുക്കുകൾ എഴുതായിരിക്കും, പ്രസംഗിക്കുമായിരിക്കും. പക്ഷെ ജീവിതത്തിൽ വളരെ പ്രയാസമാണ് ഇത് അദ്വൈതം സ്ഥാപിക്കുക എന്നത്. അതുകൊണ്ട് ആചാര്യസ്വാമികൾ വീണ്ടും വീണ്ടും പഠിപ്പിച്ചു തരികയാണ്. പറഞ്ഞത് തന്നെ അതേ അർത്ഥം തന്നെ, അഭേദാവസ്ഥ. ഒന്നും അഭേദമില്ല. അഭേദം എന്ന് വെച്ചാൽ ഭേദമില്ലാത്തവൻ, ഒന്നിനെയും രണ്ടായി കാണാത്തവൻ, അതാണ് അഭേദം. ഒന്നിനെയും രണ്ടായി കാണാത്തവൻ. രണ്ടായി കാണുക വെച്ചാൽ തന്നിൽ നിന്നും അന്യമായി കാണാത്തവൻ. അങ്ങനെയുള്ള ഞാനെല്ലാം അങ്ങനെയാണ് കാണുന്നത് അല്ലയോ ഭഗവാന്. അതുകൊണ്ട് എനിക്ക് ദുഃഖവുമാണ് പരിണിത ഫലം. അതുകൊണ്ട് എനിക്ക് പരമാനന്ദം വേണം. അതുകൊണ്ട് എന്നെയും ആ
സ്വഭാവങ്ങളെ വളർത്തിയെടുക്കാൻ അങ്ങ് സഹായിക്കണേ, അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദം. അല്ലേ? മൂന്നാമത്തെ ലക്ഷണം ഗോപീമണ്ഡലഗോഷ്ഠീഭേദം ഭേദാവസ്തമഭേദാവം. അല്ല, ഒന്നാമത്തെ പാദം കഴിഞ്ഞ് ഇനി രണ്ടാം പാദം ഒരുമിച്ചാണ് അത് മുഴുവനും. നാലാമത്തെ ലക്ഷണം പറയുന്നു ശശ്വത് ഗോഘുര നിർധൂത ഉദ്ഗത ധൂളീ ദൂസര സൗഭാഗ്യം. ചിലയിടത്ത് ധൂലീന്ന് കാണാം കേട്ടോ, ലാ കാണാം, ചിലയിടത്ത് ലാ കാണാം. അത് അർത്ഥം ഒന്ന് തന്നെയാണ്, പൊടി എന്നുള്ള. സാധാരണ ധൂളി ധൂളി എന്നാണ് പറയുക, പക്ഷെ അങ്ങനെ ഒരു പാഠഭേദവും ഉണ്ട്, ധൂലി എന്നും പറയും. നമ്മൾ ഒരു വാക്കിന് തന്നെ പല എന്താ പറയുക പര്യായങ്ങളില്ലേ, അതുപോലെ തന്നെ ശശ്വത് ഗോഘുര നിർധൂത ഉദ്ഗത ധൂളി ദൂസര അല്ലെങ്കിൽ ധൂലി ദൂസര സൗഭാഗ്യം. ഇവിടെ സൗഭാഗ്യം എന്ന് വെച്ചാൽ സൗന്ദര്യം എന്നാണ് അർത്ഥം. സാധാരണ സൗഭാഗ്യം എന്നുള്ള വ്യവഹാര അർത്ഥമല്ല ഇവിടെ, ഈ സന്ദർഭത്തിലെ അർത്ഥം സൗന്ദര്യം. ഭഗവാന്റെ സൗന്ദര്യത്തെ ആചാര്യസ്വാമികൾ വർണ്ണിക്കുന്നത് എങ്ങനെയാണ് ഭഗവാനെ അങ്ങ് എന്ത് ചെയ്യുന്നു, നമുക്കൊന്ന് ചൊല്ലാത്. ശശ്വത് ഗോഘുര നിർധൂതോദ്ഗത ധൂളീ ദൂസര സൗഭാഗ്യം പ്രണവത ഗോവിന്ദം പരമാനന്ദം. അതായത് ഈ ഭഗവാൻ വൃന്ദാവനത്തിൽ ലീലകളാടിയ അത് തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ പാദത്തിൻ്റെ ആദ്യത്തെ വരിയും രാസലീല പറഞ്ഞു, അടുത്തത് ഭഗവാന്റെ മറ്റേ ശൈശവലീല പറയുകയാണ്. എന്തെന്ന് വെച്ചാൽ ഈ പശുക്കളെയൊക്കെ ഭഗവാൻ കാലി മേയ്ക്കാനായിട്ട് പോവല്ലോ, ആ സന്ദർഭമാണ് പറയണത്. അപ്പോൾ ഈ പശുക്കളുടെ കുളമ്പിൽ നിന്ന്, അതാണ് ശശ്വത് ഗോഘുരം, ഗോക്കളുടെ കുളമ്പറിയാലോ അല്ലേ, ഈ പശുക്കളുടെ ഇവർ ഈ മണ്ണിൽ കളിക്കുമല്ലേ പശുക്കളും, എപ്പോഴും അവർ പുല്ല് തിന്നുക, കളിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ സ്വഭാവ സവിശേഷം. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഈ കുളമ്പിൽ പറ്റിയ ധൂളി, അതാണ് ഈ പശുക്കളുടെ കുളമ്പിൽ നിന്നും വീണ പൊടിപടലങ്ങൾ. ഭഗവാനും ആരോടൊപ്പമാണ് കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്? ഒന്നെങ്കിൽ പശുക്കളോടും അവരുടെ കൂടെ ഈ ഗോപികളും. ഇവരുടെ മെയിൻ പരിപാടി ഇത് തന്നെയാണ്. ഇപ്പോൾ ഭഗവാനെ അങ്ങ് എപ്പോഴും ഈ പശുക്കളോടൊപ്പമാണ്. അപ്പോൾ ഇവരുടെ കൂടെ കടന്നിങ്ങനെ കളിക്കുമ്പോൾ അവരുടെ കുളമ്പിൽ നിന്നും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന്, ഇവിടെ ഘുരം എന്ന് വെച്ചാൽ കുളമ്പെന്നാണ് അർത്ഥം. അത് ഘുരമെന്ന് ആചാര്യസ്വാമികൾ സ്പെസിഫിക്കായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പശുക്കളുടെ ദേഹത്ത് നിന്ന്, അങ്ങനെയും നമുക്ക് കുറച്ചുകൂടെ വിസ്താരാർത്ഥത്തിലെടുക്കാം അതിന്. അവരുടെ ദേഹത്ത് നിന്നും വീഴുന്ന ഈ ധൂളികൾ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ശരീരത്ത് ഈ ദൂസരം, ഈ ധൂളികൾ അങ്ങയുടെ ശരീരത്തിൽ വീണിട്ട് അതിന് സൗഭാഗ്യം, അതിനെന്തൊരു സൗന്ദര്യമാണ്. അതായത് ഈ പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ പറയുക, അല്ലെങ്കിൽ മണ്ണ്, ഇതൊക്കെ എന്താ പറയുക, നമ്മൾ മലിനമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും പൊടി വീണാൽ അത് നമ്മൾ ഉടനെ കഴുകിക്കളയോ അല്ലെ അതിനെ മാറ്റും. പക്ഷെ ഇവിടെ ഭഗവത്പാദർ പറയുന്ന ആ പൊടികൾക്ക്, ഈ മലിനമായിരിക്കുന്ന സാധനത്തിന് സൗന്ദര്യം വർദ്ധിച്ചു എന്ന് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ആശ്ചര്യത്തോടു കൂടി പറയുകയാണ്, കുറച്ചുകൂടി ആലങ്കാരികമായിട്ട് പറയുകയാണ്. നമ്മൾ ഈ പൊടികൾ അവർക്ക് പോലും ഭംഗി വെച്ചെന്ന്, ഭഗവാന്റെ ദേഹത്ത് വീണിട്ട് ഈ ധൂളികൾ പോലും സൗഭാഗ്യം ചെയ്തു, അവരുടെ സൗന്ദര്യം വർദ്ധിച്ചു. അവർ പോലും പുണ്യം. നമുക്ക് ആ കഥയൊക്കെ അറിയാം, നാരദ മഹർഷി, നിങ്ങൾക്ക് അറിയാം, തലവേദനയായിട്ട് ചെല്ലുന്ന പലയിടത്തും മണ്ണ് വേണമെന്ന് പറയണത്. എന്നിട്ട് വൃന്ദാവനത്തിൽ ചെന്ന് ഗോപികൾ, ഞങ്ങൾക്ക് പാപം കിട്ടിയാലും സാരില്ല, ഭഗവാന്റെ രോഗം ശമിച്ചാൽ മതി എന്നൊക്കെയുള്ള പ്രസിദ്ധമായ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇവിടെ ആചാര്യസ്വാമികൾ ആ ഉദാഹരണങ്ങൾ
മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ്. അവർക്ക് പോലും പുണ്യമുണ്ടായി, അവർക്ക് പോലും സൗഭാഗ്യമുണ്ടായി. എന്തുകൊണ്ട് ഇത് പറയുന്നു? നമ്മളും എത്ര മലിനതയിൽ കടന്നാലും, നമ്മൾ ശൂദ്രനായിക്കോട്ടെ, അല്ലെങ്കിൽ അജ്ഞാനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാപി ആയിക്കോട്ടെ, എന്ത് പാസ്റ്റാണ് നമ്മൾക്കെങ്കിലും, നമ്മളുടെ ഭൂതകാലം എന്താണെങ്കിലും, ആരാണോ ഭഗവാനെ ആശ്രയിക്കുന്നത് അവർക്ക് സൗഭാഗ്യം എന്നത് സുനിശ്ചിതമാണ്. അവരെ ഭഗവാൻ ഏറ്റെടുക്കും. അങ്ങനെ എന്നെയും ആക്കി മാറ്റണേ, എനിക്കും ആ സൗഭാഗ്യം തരണേ ഗോവിന്ദ, അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദം. അല്ലേ? നല്ല മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളും ഈ അഹങ്കാരത്തിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് ആചാര്യസ്വാമികൾ പറയണത്. നമ്മളും ആ പൊടിയുടെ അത്രേ ഉള്ളൂ, അല്ലേ? പക്ഷേ ഞാൻ വലിയ ആരോ ആണെന്നുള്ള ഭാവം അത് ഇല്ലാണ്ടാക്കി തരണേ, എന്നെയും എൻ്റെ സൗന്ദര്യത്തിനെയും അങ്ങ് വർദ്ധിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥന. ശശ്വത് ഗോഘുര നിർധൂത ഉദ്ഗത ദുളീദൂസര സൗഭാഗ്യം. പശുക്കളുടെ കുടമ്പിൽ നിന്നും വരുന്ന ഈ പൊടി പടലങ്ങളാ മേലിൽ വീണുകൊണ്ട് അങ്ങയുടെ ശരീരത്തിനും സൗന്ദര്യം വർദ്ധിച്ചു. അങ്ങയുടെ ശരീരത്ത് വീണതുകൊണ്ട് ഈ പൊടികളും തിളങ്ങുന്നു, വജ്രം പോലെ തിളങ്ങുന്നു. അവരുടെ സൗന്ദര്യവും വർദ്ധിപ്പിച്ചു കൊടുത്തവനെ ഗോവിന്ദ പ്രണമത, ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. അടുത്ത 5ാമത്തെ ലക്ഷണം ശ്രദ്ധാഭക്തി. 3-ാം പാദം, 3ാമത്തെ ലൈൻ. ശ്രദ്ധാഭക്തി ഗൃഹീത. ഇത് നമുക്കിട്ടുള്ള ഒരു അടിയാണ് ആചാര്യസ്വാമികൾ. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഈ ലക്ഷണങ്ങളൊക്കെ ശരി പറഞ്ഞു. പക്ഷേ ഭഗവാനെ കിട്ടണമെങ്കിൽ ആർക്ക് കിട്ടും അത് പറയുന്നു. ഗൃഹീത എന്ന് വെച്ചാൽ എന്താണ്? ഗ്രഹിക്കാൻ സാധിക്കുക. ഗൃഹീത എന്ന വാക്കിൻ്റെ അർത്ഥം നേടിയെടുക്കാൻ സാധിക്കാൻ, അല്ല അറ്റൈൻ ചെയ്യാന്നൊക്കെ നമ്മൾ പറയില്ല. അത് ആർക്കാണ് ഭഗവാനെ കിട്ടുക, അല്ലെ ഭഗവാനെ നേടിയെടുക്കാൻ ആർക്ക് സാധിക്കും? അല്ലെങ്കിൽ ഈ സൗന്ദര്യത്തെ തൊട്ട് മുമ്പ് വർണ്ണിച്ച ആ സൗന്ദര്യമുള്ള ആള് ആർക്കാണ് സാധിക്കുക? ശ്രദ്ധാഭക്തി. ആർക്കാണോ ശ്രദ്ധ, ഈ ഗൃഹീത എന്നുള്ള വാക്ക് രണ്ടിൻ്റെയും കൂടെ ചേർക്കണം. ശ്രദ്ധാഗൃഹീത, ഭക്തിയാഗൃഹീത. ഈ ഇതിനോടൊക്കെ എല്ലാവരും യൂസ്ഡ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ വ്യാകരണത്തിനോടൊക്കെ, അല്ലേ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ പ്രയോഗിക്കാറുണ്ട്. ആർക്കാണോ ശ്രദ്ധയുള്ളത്, ആർക്കാണോ ഭക്തിയുള്ളത്, അവർക്ക് ഭഗവാനെ നേടിയെടുക്കാൻ സാധിക്കും. നേടിയെടുക്കുക എന്ന് വെച്ചാൽ പോക്കറ്റിലാക്കുക എന്നല്ല അർത്ഥം. അവർക്ക് പരമാത്മസ്വരൂപനെ തിരിച്ചറിയുവാനുള്ള അധികാരപ്രാപ്തി ഉണ്ടാകും. അതിനായിക്കൊണ്ട് ശ്രദ്ധ എനിക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണേ, അതിനായിക്കൊണ്ട് ഗോവിന്ദനെ പ്രണമത. ഭക്തി എനിക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണേ, അതിനായിക്കൊണ്ട് പ്രണമത. അല്ലേ? ശ്രദ്ധ ഭക്തി ഗൃഹീത പ്രണമത ഗോവിന്ദം. ശ്രദ്ധാഭക്തി ഗൃഹീതാനന്ദം. അടുത്തത് ആനന്ദം. 6ാമത്തെ ലക്ഷണം ആനന്ദം. സത്യജ്ഞാനം എന്ന് 1-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതാണ്. അടുത്തത് പറയുന്നു ആനന്ദം പ്രണമത. അല്ലയോ ആനന്ദ സ്വരൂപിയായിരിക്കുന്ന പരമാത്മാവേ ഗോവിന്ദ, ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. എനിക്കും ആ ആനന്ദത്തിൻ്റെ ഒരു ലേശമെങ്കിലും നുകരാൻ സാധിക്കണേ. എൻ്റെ ഈ പ്രണാമം നമസ്കാരം സ്വീകരിച്ചുകൊണ്ട് അങ്ങ് എനിക്ക് നൽകേണ്ടത് ആനന്ദത്തെ ആകുന്നു. ഞാൻ എപ്പോഴും ദുഃഖിയാണ്, ഞാൻ എപ്പോഴും അതൃപ്തനാണ്. ഇതുകൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. അതിനായിക്കൊണ്ട് ആനന്ദത്തെയാണ് എനിക്ക് വേണ്ടത്. അത് അങ്ങയുടെ കയ്യിൽ ധാരാളമുണ്ടെന്ന് എനിക്കറിയാം, അല്ലെ? സ്റ്റോക്കാണ്, പ്ലെൻറ്റി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് അങ്ങയുടെ കയ്യിൽ അത് ധാരാളമുണ്ട്.
അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ലേശം തരണേ. ഞാൻ അതിനായിക്കൊണ്ട് അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ആനന്ദം വളരെ നിഷ്കളങ്കമായ വാക്കൊക്കെയാണിത്, പക്ഷെ ഇതിലെത്താൻ വളരെ പ്രയാസമാണ്. അതിനായി എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധയോടെ ഭക്തിയോടെ ഞാൻ അങ്ങയെ പ്രണമിക്കും. ശ്രദ്ധ ഭക്തിയുടെ ഒന്നും അർത്ഥം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയേണ്ടതാണ് ശ്രദ്ധ എന്നും ഭക്തി എന്നൊക്കെ അല്ലേ. അധികാരം, നമുക്ക് ഈശ്വരനെ അറിയുവാനുള്ള അധികാരപ്രാപ്തി. ശ്രദ്ധ ഭക്തി ഗൃഹീത ആനന്ദം. അടുത്ത ലക്ഷണം എത്രാമത്തെ? 7ാമത്തെ ലക്ഷണം പറയുന്നു അചിന്യം. അചിന്യം, ആ എന്ന പ്രിഫിക്സ് ചിന്യം എന്ന വാക്കല്ലേ. അചിന്യം പ്രണമത ഗോവിന്ദം. ഇവിടെ അചിന്യം എന്ന് വെച്ചാൽ പരിമിതമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചറിയുവാൻ സാധിക്കാത്തവൻ, അതാണ് അചിന്യം എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മളുടെ ഈ ലിമിറ്റഡ് നോളജ് എന്ന് നമ്മൾ പറയില്ലേ, അതാണ് പരിമിതമായ ബുദ്ധി, പരിമിതമായ മനസ്സ്. അതുകൊണ്ടൊന്നും ഭഗവാനെ അറിയാൻ ആര് ശ്രമിക്കുന്നു അവർക്ക് സാധിക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും അപരിമിതമാക്കണം, അതായത് വിശാലമാക്കണം. വിശാലമാക്കുക എന്ന് വെച്ചാൽ എന്താണ്? സർവഭൂതേസ്തു ആത്മാനം സർവഭൂതാനി ആത്മനഃ, എല്ലാറ്റിലും ഭഗവാനാണ് എന്നുള്ള ഭാവം വളർത്തിയെടുക്കുക. അതാണ് അപരിമിതമായ മനസ്സെന്ന് വെച്ചാൽ. ഞാൻ വിചാരിക്കും എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഭഗവാൻ, എനിക്ക് മാത്രമേ ഉള്ളൂ ഭക്തി, അല്ലെ ഞാൻ വഴിപാട് ചെയ്താൽ എൻ്റെ അടുത്ത് വരും, ഞാൻ ഇന്നത് ചെയ്താൽ ഭഗവാനെ എനിക്ക് കിട്ടും ഇത്യാദി പരിമിതമായ ബുദ്ധിയാണുള്ളത്. അങ്ങനെയുള്ളവർക്ക് കിട്ടൂല. കഴിഞ്ഞ ദിവസം ഒരു പഴയ ഒരു ശബരിമല ഇപ്പം ശബരിമല സീസൺ തുടങ്ങിയല്ലോ, അപ്പം പഴയ ഒരു മേൽശാന്തിയുടെ എല്ലാ വർഷവും ഇങ്ങനെ നറുക്കെടുത്ത് കിട്ടുമല്ലോ. അപ്പോൾ 90കളിലുള്ള ഒരു മേൽശാന്തിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ 90കളിൽ ശബരിമലയിൽ ഈ ദേവപ്രശ്നം വെച്ചപ്പോൾ ഈ മണ്ഡലമാസത്തിൽ 2 കോടി ആളുകൾ, അന്നത്തെ കാലത്ത് 2 കോടി ആളുകൾ ദർശനത്തിനായിട്ട് വന്നു. അപ്പം ദേവപ്രശ്നത്തിൽ ഈ സർട്ടിഫിക്കറ്റിൽ ഇത്രയാണ്, അതായത് ഗവൺമെൻറ്റിൻ്റെ ദേവസ്വത്തിൻ്റെ കണക്കനുസരിച്ച് 2 കോടി ആളുകൾ ഈ വർഷം ദർശനം നടത്തി. പക്ഷെ ദേവപ്രശ്നത്തിൽ ഭഗവാന്റെ കണക്കനുസരിച്ച് 2 ഭക്തരാണ് ഈ വർഷത്തെ മണ്ഡലകാലത്ത് വന്നത്. അല്ലേ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 2 കോടി ആളുകൾ ദേവസ്വത്തിൻ്റെ കണക്കിൽ ദർശനം നടത്തി, ഭഗവാന്റെ കണക്കിൽ വെറും 2 ഭക്തർ. കാരണം പരിമിതം. നമ്മളൊക്കെ എന്തിനാണ്? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അല്ല, ഭഗവാൻ എന്ത് തരുന്നോ അത് പ്രസാദ ബുദ്ധിയോടുകൂടി ഞാൻ സ്വീകരിക്കുന്നു എന്ന ഭാവത്തോടുകൂടി ദർശനം നടത്തിയ 2 ആളുകളെ ഉള്ളെന്ന് അദ്ദേഹം പറയുകയാണ്. അത് തന്നെയാണ് അചിന്യം. ഭഗവാനെ നമ്മൾ നമ്മുടെ പരിമിതമായ അറിവിനാൽ അറിയുവാനും അളക്കുവാനും പോകരുതേ, അങ്ങനെ കിട്ടൂല. അല്ലാത്തവർക്കേ കിട്ടൂ. അചിന്യമായി മാറാനായിക്കൊണ്ട് അല്ലയോ ഗോവിന്ദ പ്രണമത, ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. 7ാമത്തെ ലക്ഷണം. അടുത്ത 8ാമത്തെ ലക്ഷണം എന്താണ്? ചിന്തിത സദ്ഭാവം പ്രണമത ഗോവിന്ദം. ആർക്കാണോ സദ്ഭാവങ്ങളുള്ളത് അവർ ചിന്തിച്ചാലേ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ. അതാണ് ചിന്തിത സദ്ഭാവം എന്ന് വെച്ചാൽ സദ്ഭാവത്തോടുകൂടി ചിന്തിക്കുക വേണം. ചിന്തിക്കുക എന്ന് വെച്ചാൽ ഭഗവാനെ ധ്യാനിക്കുക, ഭഗവാനെ അറിയാൻ ശ്രമിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, അതൊക്കെയാണ് ചിന്ത എന്നുകൊണ്ട്. അല്ലാണ്ട് അവിടെ പോണ ഇവിടെ പോണ ആ ചിന്തയല്ല. ഇവിടെ ചിന്തിതം എന്ന് വെച്ചാൽ ഭാവന, ഭഗവാനെ ചിന്തിക്കുക,
ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക ഇത്യാദി അർത്ഥങ്ങളാണ്. ചിന്തിത സദ്ഭാവം എന്ന് വെച്ചാൽ അപ്പോൾ എന്താണ്? സദ്ഭാവത്തോടു കൂടി. സദ്ഭാവം അറിയാലോ, ദേവീ സമ്പത്തി. നമ്മൾ മുക്തികോപനിഷത്തിലും ഗീതയിലും ഒക്കെ കാണുന്ന ദേവീ സമ്പത്തി, അതാണ് സദ്ഗുണങ്ങൾ. സദ്ഭാവം എന്ന് വെച്ചാൽ സദ്ഗുണങ്ങളോടുകൂടി ആര് ഭഗവാനെ ചിന്തിക്കുന്നോ അവർക്ക് മാത്രം ഭഗവാൻ പ്രത്യക്ഷനാകും, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. എൻ്റെ ഉള്ളിൽ കാമം, ക്രോധം, അസൂയ ഇത്യാദി ഇത്യാദി വളരെ മോശമായ സ്വഭാവങ്ങളോടുകൂടി ഞാൻ ഭഗവാനെ ചിന്തിക്കാൻ പറഞ്ഞാൽ മൂപ്പര് വരുമോ? ഇല്ല. ഭഗവാൻ ആദ്യം പറയും, നീ ആദ്യം നിൻ്റെ ചിന്ത ശരിയാക്കൂ, അല്ലേ? അതായത് വൃത്തിയുള്ള പാത്രത്തിലെ ഭിക്ഷ കിട്ടുകയുള്ളൂ. അത് തന്നെ നമ്മുടെ ആർക്കാണോ വൃത്തിയുള്ള മനസ്സുള്ളത് അതിനെയാണ് സദ്ഭാവം എന്ന് പറയുന്നത്, സദ്ഗുണം എന്ന് പറയുന്നത്. ഇവിടെ ഭാവം എന്ന വാക്കിൻ്റെ അർത്ഥം ഗുണാഹ എന്നാണ്. സദ്ഗുണാഹ, ഗുണാഹ എന്ന് വെച്ചാൽ ബഹുവചനം, ഗുണങ്ങളെ. ആരാണോ സദ്ഗുണങ്ങളെ വളർത്തുന്നത് അവർക്ക് ഭഗവാൻ ചിന്തിതമാകും. അല്ലാത്തവർക്ക് സ്വപ്നത്തിൽ പോലും ഭഗവാനെ ചിന്തിക്കാം. ചിലപ്പം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒന്ന് നിൽക്കുമായിരിക്കും, പക്ഷെ അവർക്ക് അകത്തേക്ക് പോകാൻ തോന്നുക. നമ്മുടെ ഈയിടെ നടന്ന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു ചങ്ങായി മുഖ്യമന്ത്രി ചെന്നിട്ട് ഇവിടെയാണോ മൂപ്പരിയ്ക്കണമെന്ന് ചോദിച്ചില്ല. നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കാണും. കാരണം അവരുടെ ചിന്ത എന്താണ്? അശുഭ ചിന്തയാണ്. അങ്ങനെയുള്ളവർ അങ്ങനെ ചിന്തിക്കും. നമുക്ക് സഹതപിക്കാനേ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ജന്മത്തിൽ അവർക്ക് ഭഗവാനെ അറിയാൻ സാധിക്കട്ടെ, അല്ലേ? രമണ മഹർഷി പറയുന്നുണ്ട്, ഈശ്വരേച്ഛയാ നേച്ഛയാ കൃതം ചിത്തശോധകം മുക്തിസാധകം. അതായത് ഭഗവാന്റെ ഇച്ഛ വേണം നമുക്ക് മുക്തി പോലും ആഗ്രഹിക്കണമെങ്കിൽ. അത് തന്നെ ഇവിടെ പറയുന്നു. സദ്ഭാവത്തോടു കൂടി ചിന്തിച്ചാലേ. നമ്മളോട് ആചാര്യസ്വാമികൾ പറയണത് ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇത് സ്തോത്രമാണല്ലോ, ഇവിടെ എങ്ങനെയാണ് എന്താ പറയുക മോക്ഷത്തിനായിട്ടുള്ള എന്തുണ്ടെന്ന്. പക്ഷെ ഇതൊക്കെ മോക്ഷത്തിനായിട്ടുള്ളതാണ്. ഏത്? അധികാരം വളർത്തു എന്നാണ്. എന്തധികാരം? ശ്രദ്ധാഭക്തി വിവേക വൈരാഗ്യ ശമതമാദികൾ. സദ്ഭാവം എന്താണ്? ശമതമ, ഇന്ദ്രിയ നിഗ്രഹണം, മനോനിഗ്രഹണം. ഇതൊക്കെ അങ്ങനെയുള്ളവർ പ്രണമിച്ചാൽ ഭഗവാനെ കിട്ടും. അതിനായിക്കൊണ്ട് പ്രണമിക്കൂ. ചിന്താമണി മഹിമാനം, 9ാമത്തെ ലക്ഷണം. ചിന്താമണി എന്ന് പറഞ്ഞാൽ ആ രത്നത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയാം, അല്ലേ? അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ചിന്താമണി എന്ന രത്നം. അതായത് ആ രത്നമുള്ളവർക്ക് എന്താണ്? എന്ത് ചിന്തിച്ചാലും, എന്തിനെ സങ്കല്പിച്ചാലും ആ സങ്കല്പിക്കുന്ന കാര്യം നിമിഷ നേരത്തിനുള്ളിൽ സാധ്യമാക്കി തരുവാൻ ശക്തിയുള്ള രത്നമാണ് ചിന്താമണി എന്നത്, അല്ലേ? അതായത് ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ എന്ത് ഓർഡർ ചെയ്താലും അപ്പം തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന പോലെ അങ്ങനെയുള്ളത്. ചിന്താമണി മഹിമാനം എന്ന് വെച്ചാൽ സങ്കല്പിക്കുന്നതെല്ലാം നൽകുന്ന ചിന്താമണി എന്ന രക്തം പോലെ ഉപമിക്കുകയാണ് ഭഗവാനെ. ചിന്താമണി എന്ന രത്നത്തിനോട് ഭഗവത്പാദർ ഉപമിക്കുകയാണ്. ഭഗവാൻ ആർക്കാണോ ഭഗവാൻ തന്നോടൊപ്പം ഉള്ളത് അവർക്ക് എന്താണ്? അവരെന്ത് സങ്കല്പിക്കുന്നു അതൊക്കെ ഭഗവാൻ നടപ്പിലാക്കി കൊടുക്കും. അത് അസുരന്മാരായിക്കോട്ടെ, ദേവതകളായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ കാമ്യമായ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മോക്ഷത്തിനായിട്ടുള്ള മാർഗങ്ങളായിക്കോട്ടെ, എന്താണോ നമ്മൾ സങ്കല്പിക്കുന്നത് ഭഗവാൻ അത് നടത്തിത്തരും. പക്ഷെ എന്ത് വേണം? നമുക്ക് തപസ് വേണം, സാധന വേണം. നമ്മൾ വിചാരിക്കും ഈ അസുരന്മാർക്കൊക്കെ എന്തിനാ ഭഗവാന്, ഇവരുടെയൊക്കെ സ്വഭാവം നന്നായിട്ട് അറിയാമെന്നല്ലേ, എന്നിട്ട് ഇവർക്ക് എന്തിനാണ്
ഇതൊക്കെ നടത്തി കൊടുത്തത്. ചിന്താമണി എന്ന രത്നം അവരുടെ സങ്കല്പം പോലെ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്ത ആളാണ് ഭഗവാൻ. എന്തിനാണ് ഇതൊക്കെ ചെയ്തു കൊടുത്തതെന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഭഗവാൻ അവരുടെ കാര്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും നടപ്പിലാക്കി കൊടുത്തത് അവരുടെ തപസ്സുകൊണ്ടാണ്, അവരുടെ സാധന കൊണ്ട്, ആ സാധനയിൽ സംപ്രീതനായിക്കൊണ്ടാണ്. പിന്നെ അതിൻ്റെ പ്രത്യാഘാതം വേറെ, അതൊക്കെ ഭഗവാൻ തന്നെ പിന്നെ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തു അല്ലേ. ഹിരണ്യകശിപുവിൻ്റെയൊക്കെ കാര്യം അറിയാം. ഭഗവാൻ അതിനു വേണ്ടിയുള്ള ഒരു പൊഴുത് വിട്ടിട്ടേ അവരുടെ സങ്കല്പങ്ങൾ നേടിക്കൊടുക്കാറുള്ളൂ. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ പ്രാർത്ഥന, ഭഗവാനെ എനിക്ക് ചിന്താമണി എന്നുള്ള രത്നവും വേണ്ട, എനിക്ക് ആ കാര്യവും നടക്കണ്ട, ഈ കാര്യവും നടക്കണ്ട, എനിക്കെന്താണ്, എങ്ങനെയാണോ ചിന്താമണി എന്നുള്ള രത്നം കൈവശമുള്ള ആൾക്ക് എന്താഗ്രഹിക്കുന്നോ അത് കിട്ടുന്നത്, അതുപോലെ ഭഗവാനെ എനിക്ക് അങ്ങ് എപ്പോഴും എൻ്റെ കൈവശം ഉണ്ടാകണേ. കൈവശം എന്ന് വെച്ചാൽ വ്യവഹാരാർത്ഥത്തിലല്ല, അങ്ങ് എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകണേ എന്നുള്ള ആ അനുഭവം എനിക്ക് ഉണ്ടാക്കിത്തരണേ അല്ലേ. അതിനെയാണ് വേദാന്തത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ അപരോക്ഷാനുഭൂതി എന്ന് നമ്മൾ ടെക്നിക്കലി പറയുന്നത്. ഭഗവാൻ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടെന്നുള്ള ആ ഭാവം, ആ അനുഭൂതി ഉണ്ടാക്കിത്തരണേ, അതിനായിക്കൊണ്ട് പ്രണമിക്കുന്നു അല്ലേ. 9 ലക്ഷണങ്ങളാണ് ഇതിൽ പറഞ്ഞത്. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ ചൊല്ലാം. നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെ ഭഗവാനോട് പറഞ്ഞുകൊണ്ട് പ്രണമിക്കാം. ഗോപീമണ്ഡലഗോഷ്ഠീഭേദം ഭേദാവസ്തമഭേദാപം ശശ്വത് ഗോഘുരനിർധൂതോദ്ഗത ദുളീദൂസരസൗഭാഗ്യം ശ്രദ്ധാഭക്തിഗൃഹീതാനന്ദം അചിന്യം ചിന്തിതസദ്ഭാവം ചിന്താമണിമഹിമാനം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. അടുത്ത 6ാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയം നമുക്ക് കാണാം. 6ാം ശ്ലോകം. സ്നാന വ്യാകുല യോഷത് വസ്ത്രം. സ്നാന വ്യാകുല യോഷത് വസ്ത്രം ഉപാദായാകം ഉപാരൂഢം അല്ലേ. അത് കേട്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണും ഏത് ലീലയാണ് പറയണതെന്ന് അല്ലേ. വസ്ത്രാപഹരണം ഭഗവാൻ പറയുന്നു. സ്നാനവ്യാകുല യോഷത് വസ്ത്രം ഉപാദായാകം ഉപാരൂഢം. അതിൻ്റെ തൊട്ട് താഴെയും അതിൻ്റെ തന്നെ തുടർച്ചയാണ് ആ വസ്ത്രാപഹരണം എന്ന ഭഗവാന്റെ ലീലയുടെ തുടർച്ച തന്നെ പറയുകയാണ്. വ്യാധിസ്തന്ധീരഥദിക് വസ്ത്രാ ഉപയാതും ഉപാകർഷന്തം. വ്യാധിസന്ധീരഥദിക് വസ്ത്രാ ഉപായാതും ഉപാകർഷന്തം. അത് രണ്ടും കൂടെ ഒറ്റ ഒരു ലക്ഷണമാണ്. അടുത്ത 2ാമത്തെ ലക്ഷണം. നിർധൂതദ്വയ ശോകവിമോഹം. അത് അവിടം വരെ ഉണ്ട് കേട്ടോ. 1ാമത്തെ ലക്ഷണം നിർധൂതദ്വയ ശോകവിമോഹം. ഒന്നുകൂടെ പറയാം. സ്നാനവ്യാകുല യോഷിത് വസ്ത്രം ഉപാദായാകം ഉപാരൂഢം വ്യാധിസന്ധീരഥദിക് വസ്ത്ര ഉപായാതും ഉപാകർഷന്തം നിർധൂത ദ്വയ ശോകവിമോഹം പ്രണമത ഗോവിന്ദം പരമാനന്ദം. 1ാമത്തെ ലക്ഷണം. ഇനി 2ാമത്തെ ലക്ഷണം. ബുദ്ധം പ്രണമത ഗോവിന്ദം. ബുദ്ധം പ്രണമത ഗോവിന്ദം. 3ാമത്തെ ലക്ഷണം. ബുദ്ധേരന്തസ്ഥം.
ബുദ്ധേരന്തസ്ഥം പ്രണമത ഗോവിന്ദം. ബുദ്ധേരന്തസ്ഥം പ്രണമത ഗോവിന്ദം. നാലാമത്തെ ലക്ഷണം സത്താമാത്ര ശരീരം പ്രണമത ഗോവിന്ദം. എളുപ്പമാണിത്, 4 ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം, ചൊല്ലാം നമുക്ക്, എന്നിട്ട് പറയാം. സ്നാനവ്യാകുലയോഷിത് വസ്ത്രമുപാദായാഗമുപാരൂഢം വ്യാധിശ്ചന്ദീരദദിഗ്വസ്ത്ര ഉപായാതാം ഉപാകർഷന്തം നിർധൂതദ്വയശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്ഥം സത്താമാത്ര ശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. സ്നാന വ്യാകുല യോഷിത് വസ്ത്രം ഉപാദായാഗം ഉപാരൂഢം. അതായത് സ്നാനത്തിൽ വ്യാകുലയോഷി, അതായത് അതിൽ വ്യാകുലം, ഇവിടെ വ്യാകുലം എന്ന് വെച്ചാൽ വ്യാവൃതരായിരിക്കുക, കുളിയിൽ വ്യാവൃതരായിരിക്കുന്ന, അതാണ് സ്നാന വ്യാകുലം. സാധാരണ നമ്മൾ വ്യാകുലം എന്ന് പറഞ്ഞാൽ വ്യഥ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതല്ല ഇവിടുത്തെ അർത്ഥം കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ബാത്തിങ്, അതാണ് അർത്ഥം. അത് അവർ കുളിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, അതാണ് സ്നാന വ്യാകുല. അപ്പം ഈ കുളിയിൽ വ്യാവൃതരായിരിക്കുന്ന ഗോപസ്ത്രീകളുടെ വസ്ത്രങ്ങൾ എന്താണ്? വസ്ത്രം ഉപാദായാഗം, ഉപാദായ എന്ന് വെച്ചാൽ അപഹരിച്ചുകൊണ്ട്, ഉപാരൂഢം ആരൂഢം ചെയ്തു, ഇവിടെ വൃക്ഷത്തിൻ്റെ മേളിൽ. ഇതാണ് ഉപ എന്ന് വെച്ചാൽ മുകളിൽ നിന്നുള്ള അർത്ഥമാണ്. ഇവിടെ മുകളിൽ എന്ന് വെച്ചാൽ വൃക്ഷത്തിൻ്റെ മുകളിൽ, അല്ലേ? ഭഗവാൻ ആ നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന ഗോപികളുടെ വസ്ത്രം, അത് എന്തിനാണെന്നും ഭഗവത്പാദർ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പാദത്തിൻ്റെ അർത്ഥം ഇതാണ്: കുളിയിൽ വ്യാവൃതരായിരിക്കുന്ന സ്ത്രീകളുടെ വസ്ത്രങ്ങൾ അപഹരിച്ചുകൊണ്ട് വൃക്ഷത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്തു? ഉപാരൂഢം ചെയ്തു. ഭഗവാൻ കയറിയിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? വ്യാധിശ്ചന്ദീരദദിക് വസ്ത്ര. ഈ വസ്ത്രങ്ങൾ പോയപ്പോൾ ഗോപികൾ എന്താണ്? വസ്ത്രം പോയല്ലോ, ഞങ്ങൾ ഇനി എങ്ങനെയാണ് തിരിച്ചു കയറുക, അല്ലേ? ഒരുപാട് അതിന് പല പല വ്യാഖ്യാനങ്ങൾ നമ്മൾ അതിന് കാണാം, അല്ലേ? ഇപ്പോഴും ഭഗവാനെ ചീത്ത പറയുന്ന ഒരു സമൂഹത്തിനെയും നമുക്ക് കാണാം. നാളെയും ആ സമൂഹം ഉണ്ടായിരിക്കും. നമ്മളെ സംബന്ധിച്ച് അതൊന്നും നിലനിൽക്കുന്ന വസ്തുതയല്ല. നമ്മളെ സംബന്ധിച്ച് എന്തെന്ന് ശങ്കരാചാര്യ സ്വാമികൾ തന്നെ പറയുന്നുണ്ട്. നമുക്കതിലേക്ക് പോകാം. വ്യാധിശ്ചന്ദീരദദിക് വസ്ത്ര. വസ്ത്രം തിരികെ ഗോപികമാർ ചോദിക്കുകയാണ് വ്യാധിയോടുകൂടി, വ്യസനതയോടുകൂടി. ഞങ്ങളുടെ വസ്ത്രം പോയല്ലോ, അല്ലേ? എങ്ങനെ തിരിച്ച് നദിയിൽ നിന്നും എങ്ങനെ പുറത്ത് കിടക്കും? ഞങ്ങൾ എന്താണ് ഭഗവാനെ ഇങ്ങനെ ചെയ്തതെന്നുള്ള വ്യാധിയോടുകൂടി, ദുഃഖത്തോടുകൂടി, പരിതാപത്തോടുകൂടി, ഒരു പരിഭവത്തോട്, പിണക്കത്തോടുകൂടി. അതൊക്കെയാണ് വ്യാധി എന്നുള്ള വാക്കിൽ ഇതെല്ലാം ഉണ്ട്. ദുഃഖമുണ്ട്, പരിഭവമുണ്ട്, എല്ലാം കൂടെ ചേർന്ന്. എന്താണ് അവർ ചോദിച്ചു? വ്യാധിശ്ചന്ദീരദദിക് വസ്ത്ര. അത് എന്ത് ചെയ്തു? അല്ലയോ ഭഗവാനെ, ഞങ്ങളുടെ വസ്ത്രം തിരികെ ചോദിച്ചു. എന്തുകൊണ്ട്? ഈ നഗ്നരായിരിക്കുകയാണ് ഞങ്ങൾ, അല്ലേ? ആ നഗ്നത മാറ്റാൻ ഭഗവാൻ എന്തിനാണ് ഇങ്ങനത്തെ ലീലകളൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവാനോട് ഗോപികൾ ചോദിച്ചുകൊണ്ട് എന്താണ്? എന്തിനു വേണ്ടി
ഇത്രയാണ് സന്ദർഭം പറയുന്നത്. വ്യാധിസ്തന്ധി രഥദിക് വസ്ത്ര, അവിടെ വരെ ആ വസ്ത്രാവഹരണം എന്ന ലീല ആ സന്ദർഭം പറഞ്ഞിട്ട് അതിനുശേഷം ആചാര്യസ്വാമികൾ പറയുകയാണ് എന്തിനാണ് ഭഗവാൻ ഇത് ചെയ്തതെന്ന്. ഉപായാതും ഉപാകർഷം. ഉപായാതു എന്ന് വെച്ചാൽ ഇവരെ എല്ലാവരെയും, ആരെല്ലാവരെയും, ഈ നദിയിൽ നഗ്നരായി നിൽക്കുന്ന ഈ ഗോപികളെ എല്ലാവരെയും ഉപാകർഷം, തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് ഭഗവാന് കുളിസീൻ കാണാൻ വേണ്ടിയൊന്നുമല്ല ഭഗവാൻ ഇത് ചെയ്തത്. എന്തിനു വേണ്ടിയാണ് ഭഗവാൻ ഇത് ചെയ്തത് അല്ലേ? തന്നിൽ പൂർണ്ണമായും എന്ത് ചെയ്യുമ്പോഴും തന്നെ ഇത് ഭഗവാന് വേണ്ടി ഞാൻ വെണ്ണ ഉണ്ടാക്കുന്നു, ഭഗവാന് വേണ്ടി ഞാൻ അത് ചെയ്യുന്നു അല്ലേ, ഞാൻ നന്നായിട്ട് വസ്ത്രം ചെയ്യുന്നത് അല്ലേ. ഗോപികളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. എന്ത് ചെയ്യുമ്പോഴും ഇത് ഭഗവാന് വേണ്ടി ചെയ്യുന്നു. ഭക്ഷണം ഉണ്ടാക്കുന്നതായിക്കോട്ടെ അല്ലേ, മുറ്റം അടിക്കുന്നതായിക്കോട്ടെ, ഭഗവാൻ വന്ന് ഇവിടെ കളിക്കും, അപ്പോൾ മുറ്റമൊക്കെ വൃത്തിയായിരിക്കണം. അതിനു വേണ്ടി അവർ അവരുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയിരുന്നത് ഗോപികളുടെ സ്വഭാവം അങ്ങനെയായിരുന്നല്ലോ. പക്ഷെ അവർക്ക് എന്തായിരുന്നു? ഞാനെന്നുള്ള ശരീരബോധമുണ്ടായിരുന്നു. എങ്ങനെ? എൻ്റെ മാത്രം ഭഗവാൻ എൻ്റെ വീട്ടിൽ വരണം, ഞാനായിരിക്കണം ഏറ്റവും സുന്ദരി, എന്നോടായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രണയം ഉണ്ടായിരിക്കേണ്ടത്, അല്ലെ സ്നേഹം ഉണ്ടായിരിക്കേണ്ടത് ഇത്യാദി അഹം മമ എന്നുള്ള ഭാവം അർജുനെ പോലെ തന്നെ ഗോപികൾക്കും ഉണ്ടായിരുന്നു. അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി, അതില്ലാണ്ടായ അവരുടെ സ്വന്തമായി ഭഗവാൻ. ഗോപികൾ വേറെയല്ല, ഭഗവാൻ വേറെയല്ല എന്ന ആ പരമസാക്ഷാത്കാരത്തിൽ അവരെത്തും. അത് എത്തിക്കാനായിട്ട് ഭഗവാൻ നടത്തിയ ഒരു നാടകമാണ് ഇത്. അതാണ് ഉപാകർഷം, തന്നിലേക്ക് അവരെ ചേർക്കുവാൻ വേണ്ടി. ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അഹം മമ എന്നുള്ള ആ മൂടുപടം പൊട്ടിച്ച് കളഞ്ഞതാണ് വസ്ത്രം ഉപേക്ഷിച്ചതിലൂടെ, അല്ല വസ്ത്രം കട്ടെടുത്തതിലൂടെ. ആ മൂടുപടം മാറ്റി ഉപാകർഷം, തന്നിലേക്ക് ഇവരെ എല്ലാവരെയും ഭഗവാൻ ലയിപ്പിച്ചു. അതിലൂടെ എന്ത് ചെയ്തു? നിർധൂത ദ്വയശോക വിമോഹം. അതിലൂടെ ഇവരുടെ ദ്വയം, ഞാൻ വേറെ ഭഗവാൻ വേറെ അല്ലേ, എൻ്റെ മാത്രമാണ് ഭഗവാൻ, മറ്റേ ഗോപിയോടല്ല കൂടുതൽ ഇഷ്ടം, എന്നോടാണ് കൂടുതൽ ഇഷ്ടം, ഞാനായിരിക്കണം പ്രാണസഖി, ഞാനായിരിക്കണം ഗോപികളിൽ ലീഡർ, നമ്പർ 1, ഭഗവാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ വരണം ഇത്യാദിയുള്ള ദ്വന്ദ്വമുണ്ടായിരുന്നു. അതിനെ നിർധൂതം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ടും ഈ ദ്വന്ദ്വത്തെ, ഗോപികളുടെ ഈ ദ്വന്ദ്വത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇത് ചെയ്തത്. കാരണം ഈ ദ്വന്ദ്വം ഉള്ളിടത്തോളം കാലം എന്താണ് ഫലം? ശോകം, വിമോഹം. നമുക്കൊക്കെ ഉള്ളത് ഇതാണ്. ഞാൻ വേറെ ഭഗവാൻ വേറെ എന്നുള്ള ദ്വന്ദ്വമുള്ളത് കൊണ്ട് നമ്മൾക്ക് ദുഃഖം, മോഹം, വെറും മോഹമല്ല, വിമോഹം. നമുക്ക് ദുഃഖം സർവത്ര ദുഃഖം. അത് ഗോപികൾക്കും അതുണ്ടായിരുന്നു. മറ്റൊരാളുടെ അടുത്ത് പോകുമ്പം അസൂയ അല്ലെ, ദുഃഖം, ഭഗവാൻ ഇന്ന് എൻ്റെ അടുത്ത് വന്നില്ല, എൻ്റെ വെണ്ണ കഴിച്ചില്ല, അല്ലെങ്കിൽ എന്നോട് ഇന്ന് കുശലം ചോദിച്ചില്ല, ഇത്യാദി ശോകങ്ങൾ, പരിഭവങ്ങൾ. അത് മാറ്റിയെടുക്കാൻ വേണ്ടി ചെയ്ത ഒരു നാടകമായിരുന്നു എന്ന് ആചാര്യസ്വാമികൾ പറയുകയാണ്. ആ നാടകം വളരെ മനോഹരമായി ആടിക്കൊണ്ട് അവരെയെല്ലാം തന്നിലേക്ക് ആകർഷിച്ചവനെ അങ്ങയെ ഞാൻ ഗോവിന്ദൻ എന്ന നാമത്തോടുകൂടി പ്രണമിക്കുന്നു. എന്നെയും എൻ്റെ ഈ പ്രണാമത്തെയും സ്വീകരിച്ചുകൊണ്ട് എന്നെയും അങ്ങിലേക്ക് കൂട്ടിപ്പിടിച്ചാലും ആകർഷിച്ചാലും ഭഗവാനെ, അതിനായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് നമുക്ക് നാളെ കാണാം. 2ാമത്തെ ലക്ഷണം ബുദ്ധം, 3ാമത്തെ ലക്ഷണം ബുദ്ധേരന്തസ്ഥം, 4ാമത്തെ ലക്ഷണം സത്താ മാത്രം. എളുപ്പമാണ്. നാളെ കാണാം നമുക്ക്. ഭാഗവത്തിൽ ഒരു ശ്ലോകമുണ്ട്, ഇത് ജസ്റ്റ് ഞാൻ വായിക്കാം. ഈ ഗോപികൾ ഭഗവാനോട്
വസ്ത്രം ചോദിക്കുമല്ലോ. അവരുടെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹേ ശ്യാമസുന്ദര ദേ ദാസ്യ, ഞങ്ങൾ ദാസരായിക്കൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കരവാമി തൈദിഭം, ഞങ്ങളുടെ കയ്യിലേക്ക് ദയവായി ഞങ്ങളുടെ വസ്ത്രങ്ങളെ തന്നാലും. ദേഹവാസാം സ്ഥിതം മന്യേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി. ഞങ്ങൾക്ക് ദേഹത്തിനോട് അത്ര അഭിമാനമുണ്ട്. ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി. അങ്ങ് എന്തിനാണ് ലീലയാടിയെന്നൊക്കെ മനസ്സിലായി. ഞങ്ങൾക്ക് ക്ഷമിച്ചാലും എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഗോപികൾ. പ്രാർത്ഥന കേട്ടിട്ടാണ് ഭഗവാൻ വസ്ത്രം തിരിച്ചു കൊടുക്കുന്നത്. നാളെ കാണാം. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്നാനവ്യാകുലയോഷിത് വസ്ത്രമുപാദായ ഗമുപാരൂഢം വ്യാധിസ്തന്ദീരധദിക്വസ്ത്ര ഉപായാതുമുപാകർഷന്തം നിർധൂതദ്വയശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്തം സത്താമാത്ര ശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ മൃതം ഗമയ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.